السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحابته أجمعين أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ഏറെ സ്നേഹം നിറഞ്ഞ വിശുദ്ധ ഖുർആനിൻ്റെ പഠിതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു തആലയെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആമുഖമായി എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയുടെ 128 വരെയുള്ള വചനങ്ങളുടെ തഫ്സീറാണ്, വിശദീകരണമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോട് നടത്തിയ ശ്രദ്ധേയമായ ചില പ്രാർത്ഥനകൾ, ആ പ്രാർത്ഥനകളും അതിനോട് അല്ലാഹു സുബ്ഹാനഹു തആല നൽകിയ ഉത്തരവും, അതോടൊപ്പം തന്നെ ആ പ്രാർത്ഥനകളിൽ നിന്ന് വിശ്വാസികൾക്ക് ലഭിക്കുന്ന പാഠങ്ങളുമാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഒന്നാമത് പ്രാർത്ഥിച്ചത് മക്ക എന്ന രാജ്യത്തിന് വേണ്ടിയായിരുന്നുവെന്നും, ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ആ രാജ്യത്തിന് ഏറ്റവും അനിവാര്യമായും ആദ്യമായും ഉണ്ടാകേണ്ടത് രാജ്യത്ത് ജീവിക്കുന്ന ആളുകൾക്ക് നിർഭയത്വമാണെന്നും, പിന്നെ അവിടെ ജീവിക്കുന്ന മനുഷ്യർക്ക് അവർക്കാവശ്യമായ ഉപജീവനത്തിനുള്ള കാര്യങ്ങളുമാണ് എന്ന് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിഞ്ഞു. മാത്രമല്ല, പ്രാർത്ഥനയിൽ അദ്ദേഹം സ്വീകരിച്ച ഒരു ശൈലിയെ അള്ളാഹു തിരുത്തിയപ്പോൾ അത് അദ്ദേഹം പിന്നീട് അങ്ങോട്ടുള്ള പ്രാർത്ഥനകളിലൊക്കെ അദ്ദേഹം ശ്രദ്ധിച്ചു എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കിയതാണ്. രണ്ടാമതായി അദ്ദേഹം പ്രാർത്ഥിച്ചത് കഅബാലയം പടുത്തുയർത്തിയതിനു ശേഷം അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ മകൻ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമയും കൂടി അത് സ്വീകരിക്കാൻ നടത്തിയ പ്രാർത്ഥനയാണ്. മൂന്നാമത്തെ പ്രാർത്ഥന 128-ാമത്തെ ആയത്തിൽ അല്ലാഹ് പറഞ്ഞത്, ഈ കഅബാലയം പടുത്തുയർത്തിയ തൗഹീദിൻ്റെ സ്ഥാപകനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയും മകൻ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമയും അവർ മുസ്ലിമീങ്ങളായിരിക്കാൻ വേണ്ടി, സദാസമയം അള്ളാഹുവിന് കീഴ്പ്പെടുന്നവരായിരിക്കാൻ വേണ്ടിയും, തൻ്റെ ഉമ്മത്തിൽ നിന്ന് ഒരു മുസ്ലിം സമൂഹത്തെ അള്ളാഹുവിനോട് നിലനിർത്താൻ ആവശ്യപ്പെട്ടുകൊണ്ടും പ്രാർത്ഥിച്ചു. പിന്നെ എങ്ങനെ അള്ളാഹുവിന് ഇബാദത്തുകൾ ചെയ്യണം, അള്ളാഹു സുബ്ഹാനഹു തആലയ്ക്ക് വേണ്ടി ഇബാദത്തുകൾ ഏതു രൂപത്തിൽ ചെയ്യണമെന്നും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. വതുബ് അലൈന, പിന്നീട് അദ്ദേഹം പശ്ചാത്തപിച്ചുകൊണ്ട് ഒരു പ്രാർത്ഥനയുടെ വാചകം ഉരുവിട്ടു. അതിനുശേഷം 129-ാമത്തെ വചനം, അതാണ് നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിക്കാനുണ്ടായിരുന്നത്. 129-ാമത്തെ വചനം നമുക്ക് നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ربنا وابعث فيهم رسولا منهم يتلو عليهم آياتك ويعلمهم الكتاب والحكمة ويزكيهم إنك أنت العزيز الحكيم. അദ്ദേഹം കഴിഞ്ഞ പ്രാർത്ഥനകളിലൊക്കെ വിളിച്ചതുപോലെ ഒരു വിളി അള്ളാഹനെ വിളിക്കുന്ന, റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ. നമുക്കറിയാം, പ്രവാചകന്മാരെല്ലാവരും അവരുടെ പ്രാർത്ഥനയിൽ ഉപയോഗിച്ച ഒരു ശൈലിയാണ് ഒന്നെങ്കിൽ റബ്ബി, എൻ്റെ റബ്ബേ, അല്ലെങ്കിൽ റബ്ബന, ഞങ്ങളുടെ റബ്ബേ എന്ന്. അപ്പോൾ റബ്ബ് എന്ന അള്ളാഹുവിൻ്റെ പദം, അള്ളാഹുവിൻ്റെ നാമം മുന്നിൽ വെച്ചുകൊണ്ടാണ് അവർ പ്രാർത്ഥനകളൊക്കെ തുടങ്ങിയിരുന്നത്. ആ പ്രാർത്ഥനയ്ക്ക് ഉപയോഗിച്ചിരുന്ന വാക്ക് റബ്ബന എന്ന ആ പദത്തിൽ റബ്ബ് എന്ന അള്ളാഹുവിൻ്റെ നാമം അറിയിക്കുന്നത് എന്താണ്?
നമുക്കറിയാം റബ്ബെന്ന് പറഞ്ഞാൽ ലോഡ് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയും. യഥാർത്ഥത്തിൽ ആ വാചകത്തിൻ്റെ അർത്ഥം സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും സൃഷ്ടിച്ചവർക്ക് അന്നം നൽകുകയും അവരെ വളർത്തിയെടുക്കുകയും ചെയ്യുന്നവനെന്നാണ് റബ്ബ് എന്ന പദത്തിൻ്റെ അർത്ഥം. അപ്പോൾ കേവലം ഒരൊറ്റ വാചകത്തിൽ പറഞ്ഞു നിർത്താൻ പറ്റുന്ന ഒരു നാമമല്ല റബ്ബ്. റബ്ബിൽ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൻ്റെ സിഫത്തുണ്ട്, അതായത് അള്ളാഹ് സൃഷ്ടിച്ചവനാണെന്നുണ്ട്. അള്ളാഹു ആ സൃഷ്ടിച്ച വസ്തുക്കൾക്ക് അന്നം നൽകിയവനാണെന്നുണ്ട്. ആ വസ്തുക്കൾക്കെല്ലാവർക്കും അതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ട ആവശ്യങ്ങളെല്ലാം നൽകിയവനാണെന്ന അർത്ഥം റബ്ബ് എന്ന വാക്കിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ നമുക്ക് വിളിക്കാൻ നമ്മൾ മുൻഗണന കൊടുക്കേണ്ട ഒരു പേരാണേത്? റബ്ബ്. യാ റബ്ബന, യാ റബ്ബി, റബ്ബന. എല്ലാ പ്രവാചകന്മാരും ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതലുള്ള പ്രവാചകന്മാരുടെ പ്രാർത്ഥന വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു വരുമ്പോൾ അവിടെയൊക്കെ സ്വീകരിച്ചിട്ടുള്ളത് റബ്ബന, റബ്ബി എന്ന പദപ്രയോഗമാണ്. നിങ്ങൾ ആദം നബി മുതലുള്ള പ്രവാചകന്മാരുടെ പ്രാർത്ഥനകളൊന്ന് എടുത്തു നോക്കുക. അതിലൊക്കെ റബ്ബി, എൻ്റെ റബ്ബേ, അല്ലെങ്കിൽ റബ്ബന, ഞങ്ങളുടെ റബ്ബേ എന്ന് കാണാൻ കഴിയും. അപ്പം നമ്മൾ റബ്ബിനെ വിളിക്കുമ്പോൾ റബ്ബന, ഞങ്ങളുടെ റബ്ബേ, റബ്ബി, എൻ്റെ റബ്ബേ എന്ന് വിളിച്ചു തുടങ്ങുക എന്നത് പ്രവാചകന്മാരുടെ ഒരു ശൈലിയാണ്. അതിന് അള്ളാഹു പെട്ടെന്ന് ഉത്തരം നൽകും. നോക്കൂ, എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ പ്രാർത്ഥന പിന്നീട് നമുക്ക് പറഞ്ഞു തരികയാണ്. എന്താണ് അദ്ദേഹം പ്രാർത്ഥിച്ചത്? റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, വബഅസ്, ബഅസ യബഅസു ബഅസൻ. ബഅസ എന്ന് പറഞ്ഞാൽ അയച്ചു എന്നാണ്, സെൻഡ് ചെയ്തു, അയച്ചു. അപ്പോൾ ഇവിടെ അമ്രാണ്, അമ്രായിട്ട് ആണെങ്കിൽ പോലും അതൊരു ആവശ്യപ്പെടലാണ്, തൊലബാണ്. അതായത് അള്ളാഹിനോട് ഒരിക്കലും അമ്ര ചെയ്യാൻ പറ്റൂലല്ലോ, മറിച്ച് അള്ളാഹിനോട് എന്താണ് ചെയ്യുക? ആവശ്യപ്പെടലാണ്. ഇബ്അസ്, ബഅസ യബഅസു, അള്ളാഹുവേ നീ അയച്ചു തരണം. ആ വബഅസിൻ്റെ വാവ് എന്തിനെയാണ് അറിയിക്കുന്നത്? അത് നേരത്തെ പ്രാർത്ഥനകളിലേക്ക് എന്ത് ചെയ്യാണ്? ഇളാഫത്ത് ചെയ്യാണ്, ആഡ് ചെയ്യാൻ വേണ്ടിയാണ്. വബഅസ്, നീ ഞങ്ങൾക്ക് അയച്ചു തരികയും വേണം. അപ്പോൾ ബഅസ നമുക്ക് നോക്കാം. ബഅസ, യബഅസു, ബഅസൻ. ബഅസ എന്ന് പറഞ്ഞാൽ അയച്ചു. അവിടെ നമ്മൾ ബഹസ ഒരു വാചകം മാറിയാൽ അർത്ഥം മാറും. ബഅസ, ആ ഐൻ എവിടെ നിന്നാണോ പുറപ്പെടുന്നത് അതേ സ്ഥാനത്ത് നിന്ന് വേറൊരു അക്ഷരം വരും, ഹ. ഹായും ഐനും നമ്മുടെ തൊണ്ടയുടെ മിഡിലിൽ നിന്നാണ് വരിക, വസത്തുൽ ഹൽക്കാണ്. ആ രണ്ടക്ഷരങ്ങളും ഒരേ സ്ഥാനത്ത് നിന്ന് പുറപ്പെടുക. അപ്പോൾ ബഅസ പറയേണ്ടടുത്ത് ബഹസ പറഞ്ഞാൽ അർത്ഥം മാറിപ്പോകും. ബഅസ എന്ന് പറഞ്ഞാൽ എന്താണ്? അയച്ചു എന്നാണ്. ഇനി ബഹസ എന്താണ് നമുക്ക് നോക്കാം. ബഹസ, ബഹസ എന്ന് പറഞ്ഞാൽ ഗവേഷണം നടത്തി എന്നാണ്, സെർച്ച് ചെയ്തു. ഒരു കാര്യത്തിന് ബഹസ് നടത്തി എന്ന് പറഞ്ഞാൽ ഗവേഷണം നടത്തി എന്നാണ്, അല്ലെങ്കിൽ സെർച്ച് ചെയ്തു. അപ്പം നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് തന്നെയാണ് രണ്ടക്ഷരം വരുന്നത്, അക്ഷരം മാറിപ്പോയാൽ അർത്ഥം മാറും. അപ്പോൾ ഇവിടെ ബഅസ്, ബഅസ എന്നുള്ളതിന് വേറൊരു അർത്ഥം കൂടിയുണ്ട്. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതിനും പറഞ്ഞ എന്താണ്? ബഅസ എന്ന വാക്കാണ്, ബഅസ. അപ്പോൾ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പറയുന്നത് ഈ ബഅസ്, അല്ലാഹുവേ എന്ത് ചെയ്യണം? ഞങ്ങൾക്ക് അയച്ചു തരണം, അയച്ചു തരണം. ഫീഹിം, ആരിലേക്ക്? അവരിലേക്ക് അയച്ചു കൊടുക്കണം. അവിടെ അയച്ചു കൊടുക്കേണ്ടത് എങ്ങോട്ടാണ് പറഞ്ഞത്? ഫീഹിം, അവരിലേക്ക്. അപ്പോൾ ആരിലേക്കാണ് ആ ഫീഹിം? ഹിം എങ്ങോട്ടാണ് പോണത്? ഹിം എന്ന ഹുമ്മാണ് അവിടെ. ഫീ വന്നതുകൊണ്ട് എന്തായി? അത് ഹിമ്മായി, ഫീഹിം. അപ്പം അവർ എന്ന് പറഞ്ഞത് ആരെ പറ്റിയാണ്? അത് വളരെ പ്രധാനപ്പെട്ട ഈ പ്രാർത്ഥനയുടെ ഏത്
ആരിലേക്കാണ് അയച്ചു കൊടുക്കേണ്ടത്, ഏത് റസൂലിനെയാണ് അയച്ചു കൊടുക്കേണ്ടതെന്ന് പഠിപ്പിക്കാൻ വേണ്ടി ഈ ഒരു ലൊമീറിനെ നമ്മൾ ശരിക്കും പഠിക്കണം. ഹും, അവരിലേക്ക്. അപ്പോൾ എല്ലാവരിലേക്കും അയക്കണമെന്നല്ല. പിന്നെയോ ഇബ്രാഹിം നബി ഈ പ്രാർത്ഥന തുടങ്ങിയത് ആർക്ക് വേണ്ടിയാണ്? മക്കയിലെ ആളുകൾക്ക് വേണ്ടിയാണ്. ആ കഅബക്ക് ചുറ്റുമുള്ള മക്കാ രാജ്യത്തിന് വേണ്ടിയാണ്. അപ്പോൾ ആ പ്രാർത്ഥന എങ്ങോട്ടാണ്? അല്ലാഹുവേ, മക്കക്കാർക്ക് നീ എന്തു ചെയ്യണം? ഇബാസ്, അയച്ചു കൊടുക്കണം. റസൂലൻ, ഒരു റസൂലിനെ. അവിടെ റുസുൽ എന്ന് പറഞ്ഞില്ല. റസൂൽ എന്താണ്? ഏകവചനാണ്. റുസുലോ അതിൻ്റെ ബഹുവചനമാണ്. റസൂൽ അതിൻ്റെ ബഹുവചനമാണ്. റുസുൽ പ്രവാചകന്മാർ. അപ്പോൾ ഇവിടെ പ്രവാചകന്മാരെ അയക്കണമേ എന്ന് പ്രാർത്ഥിച്ചില്ല. പിന്നെയോ പ്രവാചകനെ അയക്കണം അവരിലേക്ക്. ഒരാളെ പറ്റിയാണ് പറഞ്ഞത്. അവരിലേക്ക് എന്തു ചെയ്യണം? പ്രവാചകനെ അയക്കണം. മിൻഹും, അവരിൽ നിന്ന് തന്നെ. അപ്പോൾ മക്കക്കാരുടെ ഇടയിൽ നിന്ന് തന്നെ എന്തു ചെയ്യണം? പ്രവാചകന്മാരെ അയക്കണം. അതാണല്ലോ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാലഘട്ടത്തിലും ചെയ്തിട്ടുള്ളത്. സ്വാലിഹ് നബിയെ പറ്റി പറഞ്ഞപ്പോൾ, ഹൂദ് നബിയെ പറ്റി പറഞ്ഞപ്പോൾ, ഷുഐബ് നബിയെ പറ്റി പറഞ്ഞപ്പോൾ, മിക്ക പ്രവാചകന്മാരെ പറ്റി പറഞ്ഞപ്പോഴും എന്താ പറഞ്ഞത്? അവരിൽ നിന്നുള്ള പ്രവാചകൻ എന്നാണ് പറഞ്ഞത്. കാരണം അവരോട് സംവദിക്കാൻ, അവരുടെ അവസ്ഥകൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ആർക്കാണ്? അവരിൽ നിന്നുള്ളൊരു മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ അവരിൽ നിന്നൊരു പ്രവാചകൻ എന്ത് ചെയ്യണം? അവരിലേക്ക് ഇബാസ്, അയച്ചു കൊടുക്കണം റബ്ബേ. ഇനി ആ പ്രവാചകൻ്റെ സിഫത്ത്, ക്വാളിറ്റീസ് എങ്ങനെയാണ് അതും പറഞ്ഞു തന്നു. നോക്കൂ, യത്ലു അലൈഹിം ആയാതിക്. യത്ലു, തല യത്ലു തിലാവത്ത്. ഞാനത് എഴുതണില്ല, ഒരുപാട് തവണ നമ്മൾ റിപ്പീറ്റ് ചെയ്ത വേർഡാണ്. തല യത്ലു തിലാവത്തൻ. യത്ലു, ആ പ്രവാചകൻ ആരാകണം? ഓതിക്കൊടുക്കുന്നവനാകണം. അലൈഹിം, അവരുടെ മേൽ. ആയാതിക്, നിന്റെ വചനങ്ങൾ. വയുഅല്ലിമുഹുമുൽ കിതാബ്. അല്ലമ യുഅല്ലിമു തഅലീം. അല്ലമ യുഅല്ലിമു തഅലീം. അത് നമ്മൾ ഒരുപാട് എഴുതിയിട്ടുണ്ട് ആ വാക്ക്, അതുകൊണ്ടാണ് ഞാൻ റിപ്പീറ്റ് ചെയ്യാത്തത് കേട്ടോ. അല്ലമ യുഅല്ലിമു തഅലീം. അല്ലമ പഠിപ്പിച്ചു, യുഅല്ലിമുഹും അവരെ പഠിപ്പിക്കുന്ന ഒരു പ്രവാചകൻ. അൽ കിതാബ് വേദഗ്രന്ഥം. വൽ ഹിക്മ. ഹിക്മത്ത് എന്താ? പൊതുവെ നമ്മൾ തത്വജ്ഞാനം, യുക്തി എന്നൊക്കെ പറയും അല്ലേ? അവിടെ ഹിക്മ എന്ന് പണ്ഡിതന്മാർ വ്യാഖ്യാനിച്ചിട്ടുള്ള എന്താണ്? സുന്നത്ത് എന്നാണ്. വിശുദ്ധ ഖുർആൻ എങ്ങനെ പ്രയോഗിക്കണം, എങ്ങനെ പ്രയോഗവൽക്കരിക്കണം എന്നതിനുള്ള മാർഗമാണെന്ത്? ഹിക്മ. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലുള്ളവർ, അതേപോലെ ഒട്ടുമിക്ക മുഫസ്സിറുകളും, മഹാഭൂരിപക്ഷം മുഫസ്സിറും ഹിക്മ എന്ന വാക്കിന് കൊടുത്തത് അസുന്ന എന്നാണ്. എന്താണ് സുന്നത്ത്? ഖുർആനിൻ്റെ പ്രാക്ടിക്കൽ വേർഷനാണ് സുന്ന. അപ്പം ഹിക്മത്ത് പഠിപ്പിച്ചു കൊടുക്കുന്നവരുമാകണം. വയുസക്കീഹിം. യുസക്കീഹിം, ആ വാക്ക് നമുക്കൊന്ന് എഴുതാം, നമ്മൾ പഠിച്ചിട്ടില്ല. സക്ക, സക്ക യുസക്കി തസ്കിയതൻ. സക്ക, അല്ലെങ്കിൽ ചിലപ്പോൾ പറയാറുണ്ട് അസ്ക എന്ന് പറയാറുണ്ട്. രണ്ടിനും ഒരേ അർത്ഥമാണ്, അസ്ക അല്ലെങ്കിൽ സക്ക. ഇവിടെ എന്താ പറയുന്നത്? സക്ക യുസക്കി. യുസക്കീഹിം, അവരെ സംസ്കരിക്കുന്നവരാകണം. വേദഗ്രന്ഥം പഠിപ്പിച്ചു കൊടുത്താൽ മാത്രം പോരാ, സുന്നത്ത് പഠിപ്പിച്ചു കൊടുത്താൽ മാത്രം പോരാ, അതിലൂടെ അവരെന്ത് ചെയ്യണം? സംസ്കരിക്കണം, മാറ്റിയെടുക്കാൻ കഴിയണം. കേവലം ഒരു വേദഗ്രന്ഥത്തിൻ്റെ പാരായണമല്ല, കേവലം അതിൻ്റെ വിശദീകരണം പറഞ്ഞു പോകലല്ല, മറിച്ച് ആ സമൂഹത്തെ എന്ത് ചെയ്യാൻ പറ്റണം? പരിവർത്തിച്ചെടുക്കാൻ കഴിയണം. അപ്പോൾ ആരെപ്പറ്റിയാണ് ഇത് പറഞ്ഞത്? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നത് എപ്പോഴാണ്? എപ്പോഴാണ് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നത്? കഅബാലയം പടുത്തുയർത്തി അതിനുശേഷം ഇബ്രാഹിം നബി പ്രാർത്ഥിച്ച ഈ പ്രാർത്ഥന, അതിനുശേഷം ഇതിൻ്റെ ഉത്തരം അള്ളാഹു നൽകിയത് എപ്പോഴാണ്?
വളരെ ശ്രദ്ധേയമാണ്. ഈ പ്രാർത്ഥനയിൽ പറഞ്ഞ റസൂൽ ആരാണ്? മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം ഇബ്രാഹിം നബി ഇത് പ്രാർത്ഥിക്കുമ്പോൾ മകൻ ഇസ്മായിൽ ആരുടെ കൂട്ടത്തിലുണ്ട്? ഇബ്രാഹിം നബിയുടെ കൂട്ടത്തിലുണ്ട്. അപ്പോൾ ഒരിക്കലും ഇസ്മായിലിനെ പറ്റിയല്ല ഈ പറഞ്ഞത്. മാത്രമല്ല വിശുദ്ധ ഖുർആൻ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖുർആനിൽ തന്നെ 2 സ്ഥലങ്ങളിൽ കൊടുത്ത ക്വാളിറ്റീസ് ഉണ്ട്. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെയും പറഞ്ഞത്. ഇനി അങ്ങോട്ട് വരുന്ന സൂറത്തു ബഖറയിൽ തന്നെ 151 ആയത്തിൽ 2 പേജ് മറിച്ചാൽ 2 പേജൊന്ന് മറിച്ചാൽ ഇതേ സിഫത്തുകൾ, ക്വാളിറ്റീസ് അള്ളാഹു വിശദീകരിക്കുന്നുണ്ട്. എങ്ങനെയുള്ള റസൂലിനെയാണ് അവർക്ക് അയച്ചു കൊടുത്തത്? കമാ അർസൽനാ ഫീകും റസൂലൻ മിൻകും യത്ലു അലൈക്കും ആയാതിനാ വയുസക്കീകും വയുഅല്ലിമുകുമുൽ കിതാബ വൽ ഹിക്മ വയുഅല്ലിമുകും മാ ലം തകൂനു തഅലമൂൻ. ഇതേ വിശദീകരണം അവിടെ പറയാണ്. ഇനി നമ്മൾ എപ്പോഴും ഓതി കേട്ട് തഴമ്പിച്ചൊരു സൂറത്തുണ്ടല്ലോ, സൂറത്തുൽ ജുമുഅ. അതിലല്ലാഹ് പറഞ്ഞെന്താ? ഹുവല്ലദീ ബഅസ ഫീഹിം ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മിയീന റസൂലൻ മിൻഹും യത്ലൂ അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ. ഈ 2 സ്ഥലത്തും ഏതൊരാളെ പറ്റിയാണോ അള്ളാഹ് പറഞ്ഞത് അതേ വ്യക്തിയെ പറ്റിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇത് ആർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്? മക്ക എന്ന നാടിനെ മക്കക്കാരിൽ നിന്ന് ഒരു നബിയെ നൽകണേ എന്ന് ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചു. അതിന് അള്ളാഹു ഉത്തരം നൽകിയത് എത്ര കൊല്ലം കഴിഞ്ഞിട്ടാണ്? പഠിക്കേണ്ട വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഈസാ നബിയും തമ്മിലുള്ള കാലയളവിൻ്റെ ദൂരമെന്നത് ഹദീസുകൾ കാണാം 600 കൊല്ലമാണ്. ഈസാ നബിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും തമ്മിലുള്ള കാലയളവിൻ്റെ ദൂരം 600 കൊല്ലമാണ്. എന്നാൽ ഇബ്രാഹിം നബി വരുന്നത് ഈസാ നബിയുടെ ജനനത്തിൻ്റെ 2000 കൊല്ലം മുമ്പാണ്. ആലോചിക്കണം, നമ്മൾ നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടാണ് അള്ളാഹു എന്ത് നൽകണത്? ഈ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകണത്. അപ്പം നമ്മൾ ആലോചിക്കണം, നമ്മളിപ്പോൾ പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥന അള്ളാഹു നമ്മുടെ വരും തലമുറയിലായിരിക്കും എന്ത് ചെയ്യുക? ഉത്തരം ചെയ്യുക. വരും തലമുറയിൽ. ഇബ്രാഹിം നബി ആ പ്രാർത്ഥിച്ച പ്രാർത്ഥന അപ്പം തന്നെ എന്താ നിറവേറ്റാഞ്ഞത്? എന്തുകൊണ്ട് നിറവേറ്റിയില്ല? അത് അള്ളാഹിൻ്റെ ഹിക്മത്തിൽപ്പെട്ടതാണ്. നമ്മൾ പ്രാർത്ഥിച്ചൊരു കാര്യം എപ്പോൾ നൽകണം, എങ്ങനെ നൽകണം, എവിടെ നൽകണം, ആരിലൂടെ നൽകണം, ഇത് അള്ളാഹുവിൻ്റെ ഹിക്മത്തിൽപ്പെട്ടതാണ്. അപ്പം നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മൾക്ക് ഒരിക്കലും എന്തുണ്ടാകാൻ പാടില്ല? നിരാശ ഉണ്ടാകാൻ പാടില്ലെന്ന് മാത്രമല്ല, ധൃതി ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ ആളുകളുടെ ഒരു ധാരണ എന്താ? ഇപ്പോൾ കുത്തിയാൽ പെട്ടെന്ന് അങ്ങ് കിട്ടണം. നമ്മൾ ഇൻ്റർനെറ്റിൽ കയറിയിട്ട് സെർച്ച് ചെയ്യണ പോലെയാണ്. സെർച്ച് ചെയ്യുമ്പോൾ പെട്ടെന്ന് അങ്ങ് വരണം, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? വൈഫൈക്ക് പ്രോബ്ലം ഉണ്ടെന്ന് പറയും. അതുപോലെ ആളുകളുടെ ശൈലി, അള്ളാനെ വിളിക്കണം, അള്ളാഹ് പെട്ടെന്ന് ഉത്തരം തരണം. അള്ളാഹ് പെട്ടെന്ന് ഉത്തരം തന്നിട്ടില്ലെങ്കിലോ പിന്നെ അള്ളാഹ് അവർക്ക് മതിയാവുകയില്ല, അവർ അള്ളാഹു അല്ലാത്തവരിലേക്ക് പോകും. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസിൽ കാണാം, യുസ്തജാബു ലിൽ അബ്ദ്, ഒരടിമക്ക് അള്ളാഹു ഉത്തരം നൽകും, മാലം യസ്തഅജിൽ, ധൃതി കാണിക്കാത്തിടത്തോളം കാലം അള്ളാഹു അവന് ഉത്തരം നൽകും. അപ്പം ധൃതി ഉണ്ടാകാൻ പാടില്ല. പ്രാർത്ഥിക്കുമ്പോൾ വസ്തബിർ ലിഇബാദതിഹി, ക്ഷമയോടെ നിലകൊള്ളണം, ക്ഷമയോടെ നിലകൊള്ളണം. എത്ര പ്രവാചകന്മാരുടെ ചരിത്രം നമുക്കുണ്ട്, എത്ര പ്രവാചകന്മാരുടെ ചരിത്രം. മഹാനായ അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരു പതിറ്റാണ്ടിനപ്പുറം അദ്ദേഹം കിടക്കയിലായിരുന്നു എന്നാണ്. ആ കിടക്കയിൽ കിടന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു ഉത്തരം നൽകി. മഹാനായ സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാം, സക്കരിയ നബി പ്രാർത്ഥിച്ചപ്പോൾ ആ പ്രാർത്ഥനയിൽ നിദാഅൻ ഖഫിയ എന്നാണ്, ആരും കേൾക്കാതിരിക്കാൻ വേണ്ടി പതുക്കെ പ്രാർത്ഥിച്ചു എന്നാണ്. ആലോചിക്കണം നമ്മൾ. കാരണം എന്താ? പടുകിളവനായി, എല്ലുകൾ ക്ഷയിച്ചു, തലമുടി നരച്ചു, എല്ലാം അവസാനിച്ച് നിൽക്കുന്ന സബബുകൾ മുഴുവൻ അവസാനിച്ചെടുത്ത് സക്കരിയ നബി പതുക്കെ വിളിക്കുകയാണ്. എന്താ വിളിച്ചത്? റബ്ബേ, എനിക്ക് നിൻ്റെ അടുക്കൽ നിന്നൊരു സന്താനത്തെ തരണം. ഇത് ഉറക്കെ വിളിക്കാൻ എന്താ? ഇത് കേട്ട അടുത്തിരിക്കുന്ന ആളുകൾ ആലോചിക്കും, ഈ കിളവന് ഈ സമയത്തൊരു കുട്ടീനെ വേണമെന്നാ, അല്ലേ? ഇന്ന് ആലോചിക്കും.
അപ്പം അദ്ദേഹം പതുക്കെ വിളിച്ചു. പക്ഷെ അദ്ദേഹത്തിൻ്റെ മനസ്സിലെ അള്ളാഹിനെ പറ്റിയുള്ള ചിന്ത എന്താണ്? എൻ്റെ റബ്ബ് എനിക്ക് ഉത്തരം തരും. എത്ര കാലമായിട്ടുണ്ടായിരിക്കും അദ്ദേഹം അത് പ്രാർത്ഥിച്ചിട്ടുണ്ടാകുക? എത്ര കാലം പ്രാർത്ഥിച്ചു കാണും? എന്നിട്ട് അള്ളാഹു ഉത്തരം കൊടുത്തത് എപ്പോഴാണ്? അദ്ദേഹത്തിൻ്റെ ഭാര്യ കിളവിയായി എന്നാണ് ഖുർആൻ പറഞ്ഞത്, വന്ധ്യയായി എന്നാണ് ഖുർആൻ പറഞ്ഞത്. ഇസ്ഹാഖ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഉമ്മ സാറയുടെ ചരിത്രം പറയുമ്പോൾ മലക്കുകൾ അവരുടെ അടുക്കലേക്ക് വന്ന സന്ദർഭത്തിൽ ഇന്നി ഉബശ്ശിർക്കും ഉലാം, ഞങ്ങൾ നിങ്ങൾക്കൊരു കുട്ടിയെപ്പറ്റി സന്തോഷ വാർത്ത അറിയിക്കാമെന്നാണെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞെന്താ? അവർ മുഖത്തടിച്ചു എന്നാണ്. അതായത് കൈകൊണ്ട് മുഖത്തടിച്ചു. നമ്മളിപ്പോൾ ഒരു വളരെ അത്ഭുതകരമായൊരു വാർത്ത കേൾക്കുമ്പോൾ ഒന്ന് സ്തംഭിച്ച് നിൽക്കും. ഇത് ഞാൻ തന്നെയാണോ, അല്ലെങ്കിൽ ഞാൻ കേട്ടത് ശരിയാണോ എന്നൊരു മുഖത്തടിച്ചിട്ട് പറഞ്ഞു, ഞാൻ പ്രസവിക്കേ, ഞാൻ ഇനി ഗർഭിണിയാകുകയെ. അപ്പോൾ മലക്കുകൾ പറഞ്ഞെന്താ? കദാലിക്, അപ്രകാരമാണ് റബ്ബ് തീരുമാനിച്ചിട്ടുള്ളതെന്നാണ്. അപ്പം ആലോചിച്ചു, പ്രാർത്ഥനക്ക് അല്ലാഹു വൈകി ഉത്തരം തന്നാൽ അതിൽ അല്ലാഹു ഒരു ഹിക്മത്ത് കണ്ടിട്ടുണ്ടാകും. ഒന്ന് ആലോചിച്ച് നോക്കൂ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി നടത്തിയ പ്രാർത്ഥന ഇബ്രാഹിം നബി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടത്തിയതാണ്. 1-2 കൊല്ലമല്ല, പതിറ്റാണ്ടുകളല്ല, നൂറ്റാണ്ടുകൾ മുമ്പ് നടത്തിയ പ്രാർത്ഥന. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അത് വിശദീകരിക്കുന്ന ഒരു ഹദീസ് നമുക്ക് കാണാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി, നബീനെ പറ്റി നബീനോട് സഹാബികൾ ചോദിക്കാം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, നബിയുടെ ഉപമ ആരെപ്പോലെയാണ് എന്ന് വിശദീകരിക്കുന്നുണ്ട്. അതിലൊരു ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഞാൻ അന ദഅവത്തു അബി ഇബ്രാഹിം, ഞാൻ ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയുടെ ഉത്തരമാണ്. ഞാൻ ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയുടെ ഉത്തരമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. അതിൽ ചില വാചകങ്ങൾ കൂടി കാണാൻ പറ്റും. അതായത് ഈസാ നബീനെ പറ്റി പറയുന്നുണ്ട്. എന്നിട്ട് അതിൽ പറയുന്നു എന്താണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ജനിച്ച സമയത്തുള്ള കാര്യങ്ങൾ വരെ പറ്റി പറഞ്ഞു. ദഅവത്തു അബി ഇബ്രാഹിം, ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയാണ് ഞാൻ. വബുശ്റ ഈസാ ബി, ഈസാ നബി സന്തോഷവാർത്ത അറിയിച്ച ഒരാളാണ് ഞാൻ. അതായത് ഈസാ നബി ആരെപ്പറ്റി സന്തോഷവാർത്ത അറിയിച്ചു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി സന്തോഷവാർത്ത അറിയിച്ചു. വറഅത്തു ഉമ്മി, എൻ്റെ ഉമ്മ കണ്ടു, അന്നഹു ഖറജ മിൻഹാ നൂറുൻ അളാഅതു ലഹു ഖുസൂറു ശാം, അതായത് നബിമാരുടെ ഉമ്മമാർ കാണുന്നത് പോലെ എൻ്റെ ഉമ്മയും കണ്ടു. ഞാൻ ജനിച്ച സമയം ഷാമിൻ്റെ ഭാഗത്തൊരു പ്രകാശം എൻ്റെ ഉമ്മ കണ്ടു. ആ പ്രകാശം കാരണം ഷാമിലെ കൊട്ടാരങ്ങൾ തിളങ്ങുന്നതും എൻ്റെ ഉമ്മ കണ്ടിരുന്നു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തിൻ്റെ സമയത്തുണ്ടായ ഒരു അത്ഭുതമാണ്. പ്രവാചകൻ്റെ ജനനത്തിൻ്റെ സമയത്തുണ്ടായ അത്ഭുതങ്ങളിൽ എണ്ണിപ്പറയുന്നതാണ്, ഷാമിൻ്റെ ഭാഗത്ത് പ്രവാചകൻ ജനിച്ചപ്പോൾ ഒരു പ്രകാശം വന്നു എന്നാണ്. ആ പ്രകാശം അവിടുത്തെ കൊട്ടാരങ്ങളെ പ്രകാശിപ്പിച്ചു എന്നാണ്. ഷാമിലെ കൊട്ടാരങ്ങളിലെ രാജാക്കന്മാർ ആ പ്രകാശം എത്തിയപ്പോൾ അവർക്ക് കിട്ടിയ സൂചന എന്തായിരുന്നറിയോ? വരാനിരിക്കുന്ന പ്രവാചകൻ ജനിച്ചിട്ടുണ്ട് എന്ന് അവർ തിരിച്ചറിഞ്ഞു എന്നാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തിൻ്റെ പ്രവാചകൻ്റെ വരവിനെ പറ്റി പറഞ്ഞതിൽ ഒന്നെന്താണ്? അന ദഅവത്തു അബി ഇബ്രാഹിം, ഞാൻ എൻ്റെ പിതാവ് ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയുടെ ഉത്തരമാണ്. അപ്പോൾ ഈ ദുആയിൽ പ്രാർത്ഥിച്ചത് ആരെപ്പറ്റിയാണ്? മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റിയാണ്. അപ്പോൾ നോക്കൂ, ഇനി അടുത്ത ഇനി ആ ആയത്തിൻ്റെ അവസാനത്തിൽ നോക്കൂ, ഇന്നക അൻതൽ അസീസുൽ ഹകീം. ആ പ്രാർത്ഥനയ്ക്ക് ഏറ്റവും സ്യൂട്ടായിട്ടുള്ള അള്ളാൻ്റെ നെയ്മാണ്, നാമങ്ങളാണ്. അസീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രതാപമുള്ളവൻ. ദുൽ ഖുവ്വ, ശക്തിയുള്ളവൻ എന്നാണ്, എന്തിനും കഴിവുള്ളവൻ എന്നാണ്. അൽ ഹക്കീം, യുക്തിയുള്ളവൻ എന്നാണ്. ഒരു കാര്യം എങ്ങനെ എപ്പോൾ ഏത് സമയത്ത് നടപ്പിലാക്കണമെന്ന് യുക്തിഭദ്രതയുള്ളവനാണ് ആര്? ഹക്കീം. അപ്പോൾ ഹിക്മത്തുള്ളവൻ എന്നാണ് ഹക്കീമിൻ്റെ അർത്ഥം. ഇസ്സത്തുള്ളവൻ, ശക്തിയുള്ളവൻ എന്നാണ് ഇസ്സത്തിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്, ഇബ്രാഹിം നബിയുടെ ഈ 3 പ്രാർത്ഥനയും അവസാനിപ്പിക്കുന്നത് ഏത് രൂപത്തിലാണ്? അള്ളാൻ്റെ അസ്മാഉകൾ മുന്നിൽ വെച്ചുകൊണ്ടാണ്. ഏതൊക്കെ അസ്മാഉകളാണ്? ഇന്നക അൻത സമീഉൽ അലീം 127-ാമത്തെ ആയത്തിൽ, 128-ാമത്തെ ആയത്തിൽ ഇന്നക അൻത തവ്വാബുർ റഹീം, 129-ാമത്തെ ആയത്തിൽ ഇന്നക അൻതൽ അസീസുൽ ഹക്കീം. അപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, പ്രാർത്ഥനക്ക് അല്ലാഹു പെട്ടെന്ന് ഉത്തരം നൽകാനുള്ള വസീലയാണെന്ത്?
അള്ളാൻ്റെ നാമങ്ങൾ മുൻനിർത്തി പ്രാർത്ഥിക്കുക, തവസ്സുൽ നേടുക. എന്താണ് തവസ്സുൽ എന്ന് പറഞ്ഞാൽ? തവസ്സുൽ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലേക്ക് സൽക്കർമ്മങ്ങൾ കൊണ്ട് അടുക്കാനുള്ളൊരു മാർഗം. പ്രാർത്ഥിക്കുമ്പോൾ പെട്ടെന്ന് ഉത്തരം കിട്ടണം. അതിന് അള്ളാൻ്റെ റസൂൽ പഠിപ്പിച്ച 2 മാർഗങ്ങളുണ്ട്. ഒന്നെന്താണ്? ഒന്ന് അള്ളാൻ്റെ നാമഗുണവിശേഷണങ്ങൾ എടുത്ത് പ്രാർത്ഥിക്കുക. ആ വിളി, അള്ളാഹുവിനെ വിളിക്കാൻ അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണ്? അള്ളാഹുവിൻ്റെ നാമങ്ങളാണ്. ഒരിക്കൽ ഒരു സഹാബി പ്രാർത്ഥിക്കുന്നത് അള്ളാഹുവിൻ്റെ റസൂൽ കേൾക്കുകയാണ്, സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രാർത്ഥന കേട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ? നിനക്കല്ലാഹു പുറത്തു തന്നിരിക്കുന്നു, നിനക്കല്ലാഹു പുറത്തു തന്നിരിക്കുന്നു, നിനക്കല്ലാഹു പുറത്തു തന്നിരിക്കുന്നു. 3 തവണ പ്രവാചകൻ അത് പറഞ്ഞു. അപ്പം ആ മനുഷ്യന് പുറത്തു കൊടുക്കാൻ മാത്രം, ആ പുറത്തു കൊടുത്തതിന് പ്രവാചകൻ ഉറപ്പിച്ച് പറയാൻ 3 തവണ വാചകം റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു. അത് ഏതായിരിക്കും ആ പ്രാർത്ഥന? വ്യത്യസ്ത റിവായത്തുകളുണ്ട്, വ്യത്യസ്ത റിപ്പോർട്ടുകളിൽ നമുക്ക് കാണാൻ കഴിയും. അതിൽ ഒരു റിപ്പോർട്ട് ഇങ്ങനെയാണ്: അല്ലാഹുമ്മ ഇന്നി അസ്അലുക യാ അല്ലാഹ്, അല്ലാഹുവേ നിന്നോട് ഞാൻ ചോദിക്കുന്നു, ഇന്നി അഷ്ഹദു അന്നക അൻതല്ലാഹ്, നീ അല്ലാഹുവാണെന്ന് റബ്ബേ ഞാൻ തീർച്ചയായും സാക്ഷ്യം വഹിക്കുന്നു. അൽ അഹദ്, നീ അഹദാണെന്നും, അസ്സമദ്, നീ സമദാണെന്നും, അല്ലദീ ലം യലിദ് വലം യൂലദ്, നീ ജനിച്ചിട്ടില്ലെന്നും ആരെയും ജനിപ്പിച്ചിട്ടുമില്ലെന്നും, വലം യകുല്ലഹു കുഫുവൻ അഹദ്, നിനക്ക് തുല്യനായ ഒരാളുമില്ലെന്നും റബ്ബേ ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. എന്നിട്ട് അദ്ദേഹം പ്രാർത്ഥിച്ചെന്താണ്? അൻ തഗ്ഫിറ ലീ ദുനൂബി ഇന്നക അൻതൽ ഗഫൂറുർ റഹീം, എൻ്റെ പാപങ്ങൾ പുറത്തു തരണേ റബ്ബേ എന്ന് പ്രാർത്ഥിച്ചു. ഈ പ്രാർത്ഥന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കേൾക്കുകയാണ്. അപ്പോൾ റസൂൽ എന്താ പറഞ്ഞത്? നിനക്കല്ലാഹു പുറത്തു തന്നു എന്ന് 3 പ്രാവശ്യം പറഞ്ഞു എന്നാണ്. അപ്പം അള്ളാൻ്റെ അസ്മാഉകൾ, സിഫാത്തുകൾ, നാമഗുണ വിശേഷണങ്ങൾ നമ്മൾ എന്ത് പ്രാർത്ഥിച്ചാലും എന്ത് ചെയ്യണം? നമ്മളത് മുന്നിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. അതതിൻ്റെ ഒരു മര്യാദയാണ്. ഇനി അടുത്ത ആഴ്ച നോക്കൂ. وَمَنْ يَرْغَبُ عَنْ مِلَّةِ إِبْرَاهِيمَ إِلَّا مَنْ سَفِهَ نَفْسَهُ وَلَقَدِ اصْطَفَيْنَاهُ فِي الدُّنْيَا وَإِنَّهُ فِي الْآخِرَةِ لَمِنَ الصَّالِحِينَ. وَمَنْ يَرْغَبُ, ഒരു ചോദ്യം. റഗിബ യർഗബു, ആ വാക്ക് നമുക്കൊന്ന് പഠിക്കാനുണ്ട്. റഗിബ യർഗബു, കാണുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ അല്ലേ? എഴുതിയിട്ടില്ല? ബോർഡ് കാണുന്നുണ്ടല്ലോ. റഗിബ യർഗബു റഗ്ബത്തൻ. ഈ വാക്ക് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? റഗിബ യർഗബു റഗ്ബത്തൻ. റഗ്ബത്തൻ എന്ന് കേട്ടിട്ടുണ്ടോ? റഗ്ബത്തൻ, റഹ്ബത്തൻ, വറഗ്ബത്തൻ പ്രവാചകന്മാരുടെ പ്രാർത്ഥനയുടെ സിഫത്താണ്. അവർ ഭയപ്പാടോടും പ്രതീക്ഷയോടും കൂടി എന്തു ചെയ്യും? പ്രാർത്ഥിക്കും. അപ്പം റഗിബ എന്ന വാക്കിൻ്റെ അർത്ഥം ആഗ്രഹിക്കുക, പ്രതീക്ഷിക്കുക, തൃപ്തിപ്പെടുക എന്നൊക്കെയാണ് റഗിബ എന്ന വാക്കിൻ്റെ അർത്ഥം. പക്ഷെ അതേ വാക്കിന് നേരെ ഓപ്പോസിറ്റ് അർത്ഥം കിട്ടും. അതേ വാക്കിന് എപ്പോഴാണെന്നറിയോ? അത് നമുക്ക് നോക്കാം. റഗിബ ഫി, റഗിബക്ക് ശേഷം ഫി എന്ന പദം വന്നാൽ അവിടെ പോസിറ്റീവായ അർത്ഥമാണ്. തൃപ്തി, ആഗ്രഹിച്ചു എന്നൊക്കെയാണ് അർത്ഥം. എന്നാൽ റഗിബയുടെ കൂടെ റഗിബ അൻ വന്നാൽ നേരെ ഓപ്പോസിറ്റ് അർത്ഥമാണ്. എന്തായിരിക്കും? അതൃപ്തി, വിമുഖത എന്ന അർത്ഥം വരും. അപ്പോൾ ഒരൊറ്റ വേർഡിനെ, ഒരൊറ്റ പദത്തെ അതിൻ്റെ അർത്ഥം മാറ്റാൻ അറബി ഭാഷയിൽ എന്തുണ്ട്? വേറൊരു അവ്യയത്തെ കൊണ്ടുവന്നാൽ മതി, വേറൊരു പദത്തെ കൊണ്ടുവന്നാൽ മതി. അപ്പോൾ റഗീബ കാണുമ്പോൾ എല്ലായിടത്തും ഒരേ അർത്ഥമാണെന്ന് നമുക്ക് പറയാൻ പറ്റൂല. റഗീബക്ക് ശേഷം വന്ന അക്ഷരം കൂടി നോക്കണം. ഇപ്പോൾ ഇവിടെ റഗീബ ഫീ ആണോ റഗീബ അന്നാണോ? ഖുറാനിൽ നോക്ക്. വമൻ യർഗബു അൻ, അൻ. അപ്പോൾ റഗീബയുടെ നേരെ ഓപ്പോസിറ്റ് അർത്ഥം. റഗീബക്ക് ആദ്യം പറഞ്ഞ അർത്ഥത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് അർത്ഥമാണ് വരിക. എന്താണ്? അതൃപ്തി അല്ലെങ്കിൽ വിമുഖത എന്നാണ് വരിക. അപ്പം ആര് വിമുഖത കാണിക്കുന്നുവോ,
വമൻ യർഗബു, ആര് വിമുഖത കാണിക്കുന്നുവോ, അം മില്ലത്തി ഇബ്രാഹിം, ഇബ്രാഹിം നബിയുടെ മില്ലത്തിനെ തൊട്ട് ആര് വിമുഖത കാണിക്കുന്നുവോ. അള്ളാന്റെ ചോദ്യമാണ്, അവിടെ ഒരു ഇസ്തിഫ്ഹാമാണ്. മൻ, ആരാണ് ഇബ്രാഹിം നബിയുടെ മില്ലത്തിനെ തൊട്ട് വിമുഖത കാണിക്കുന്നവൻ, അതൃപ്തി കാണിക്കുന്നവൻ. എന്താണ് മില്ലത്ത് ഇബ്രാഹിം? ഇൻഷാ അല്ലാഹ് വിശദീകരിക്കാം. ആരാണവർ? ഇല്ലാ മൻ സഫിഹ നഫ്സഹ്. ആരായിരിക്കും അത്? മൻ സഫിഹ നഫ്സ. മൻ സഫിഹ, വിഡ്ഢിയായിട്ടുള്ളവൻ, വിഡ്ഢിത്തരം കാണിച്ചവൻ, അല്ലെങ്കിൽ അറിവില്ലായ്മ കൊണ്ട് നടക്കുന്നവൻ. നഫ്സഹു, സ്വന്തത്തോട് വിഡ്ഢിത്തരം കാണിച്ചവനല്ലാതെ ഇബ്രാഹിം നബിയുടെ മില്ലത്തിനോട് എന്ത് ചെയ്യില്ല? വിമുഖത കാണിക്കില്ല. അപ്പൊ ഇവിടെ സഫിഹ എന്താണ്? സഫിഹ, സഫിഹ, യസ്ഫഹു, സഫ്ഹൻ. അപ്പൊ സഫിഹ എന്നെ ഓപ്പോസിറ്റ്, സഫിഹ എന്ന് പറഞ്ഞാൽ അറിവില്ലായ്മ എന്നാണ്. ജഹാലത്ത്, ജഹല നഫ്സഹു എന്നാണ്. സ്വന്തത്തോട് അറിവില്ലായ്മ കാണിക്കുക. സഫിഹയുടെ ഓപ്പോസിറ്റ് എന്ത് കിട്ടും? ഇൽമ എന്നാണ് അർത്ഥം. അസഫിന്റെ ഓപ്പോസിറ്റ് എന്താണ്? ഇൽമ, അറിവ്. അപ്പം ഇവിടെ സഫിഹ എന്ന് പറഞ്ഞാൽ അറിവില്ലായ്മ കാണിച്ചു, വിവരമില്ലായ്മ എന്നാണ്. കുറച്ചുകൂടി നാടൻ ഭാഷയിൽ പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ ഒരു വിവരമില്ലായ്മ. അറിവില്ലായ്മ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അതിന് കുറച്ച് ദർജയൊക്കെ ഉണ്ടാവും, പല ക്വാളിറ്റീസ് ഉണ്ടാവും. പക്ഷെ വിവരമില്ലായ്മ എന്ന് പറഞ്ഞാലോ അതൊരു ഒറ്റ ലെവലാണ്, അത് ഏറ്റവും താഴ്ന്ന ലെവലാണ് വിവരമില്ലായ്മ. അതാണ് കുറച്ചുകൂടി ഇവിടെ ആപ്റ്റ്. സ്വന്തത്തോട് വിവരമില്ലായ്മ കാണിച്ചവൻ എന്ന് പറഞ്ഞാൽ സ്വന്തത്തോട് മൂഢനായവൻ, വിഡ്ഢിയായവനല്ലാതെ വേറെ ആരാണ് ഇബ്രാഹിം നബിയുടെ മില്ലത്തിനോട് വിമുഖത കാണിക്കുക? അപ്പം എന്താ ഇങ്ങനെ പറയാൻ കാരണം? ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചത് ആർക്ക് വേണ്ടിയാണ്? ഒരു പ്രവാചകന് വേണ്ടി പ്രാർത്ഥിച്ചു. എന്നിട്ട് ആ പ്രവാചകൻ ഇബ്രാഹിം നബിയുടെ മില്ലത്തിനെ സ്ഥാപിക്കാൻ വേണ്ടി കടന്നു വന്നു. ആ പ്രവാചകനെ എന്ത് ചെയ്യാണ്? നിഷേധിക്കുകയാണ്. ആ പ്രവാചകൻ എന്താണ് കൊണ്ടുവന്നത്? മില്ലത്തു ഇബ്രാഹിമാണ്. എന്താ മില്ലത്തു ഇബ്രാഹിം? എന്താ മില്ലത്തു ഇബ്രാഹിം? ഇബ്രാഹിം നബിയുടെ മാർഗം എന്ന് പറഞ്ഞാൽ ദീനുൽ ഇസ്ലാം. ഇബ്രാഹിം നബിയുടെ മാർഗം എന്ന് പറഞ്ഞാൽ തൗഹീദാണ്. ഇഖ്ലാസും തൗഹീദുമാണ് ഇബ്രാഹിം നബിയുടെ മാർഗം. ഇബ്രാഹിം നബിയെ വിശുദ്ധ ഖുർആൻ ഇബ്രാഹിം നബിയെ പറ്റി പറഞ്ഞ എന്താണ്? കാന ഹനീഫൻ മുസ്ലിമൻ. അദ്ദേഹം ഹനീഫായിരുന്നു, നന്മയിലേക്കും തൗഹീദിലേക്കും ചാഞ്ഞുകിടന്നവനാണ്, മുസ്ലിമൻ, അള്ളാഹുവിന് കീഴ്പ്പെട്ടവനാണ്. അങ്ങനെ ഒരുപാട് പ്രത്യേകത. ഖലീലുള്ള അള്ളാന്റെ കൂട്ടുകാരനാണ്. അതേപോലെ അബുൽ അംബിയ, പ്രവാചകന്മാരുടെ വാപ്പയാണ്. ഇങ്ങനെ ഇത്രമാത്രം പ്രത്യേകതയുള്ള ഇബ്രാഹിം നബിയുടെ മാർഗത്തോട് വിമുഖത കാണിക്കുന്നവൻ വിഡ്ഢിയല്ലാതെ പിന്നെ ആരാണ് എന്നുള്ള ചോദിക്കുകയാണ്. അപ്പോൾ ഇബ്രാഹിം നബിയുടെ മാർഗം എന്നത് തൗഹീദിൻ്റെ മാർഗമാണ്. ആ മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയവരാണ് ജൂതന്മാരും നസാറാക്കളും മക്കയിലെ മുശ്രിക്കുകളും. പക്ഷെ ഇവർ 3 പേരും ഒരുപോലെ വാദിക്കും, ഞങ്ങളാണ് ആര്? ഇബ്രാഹിം നബിയുടെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്ന പിൻതലമുറക്കാരെന്ന് പറയും. അപ്പം അള്ളാഹ് തിരുത്താണ്, നിങ്ങൾക്ക് ആ പിൻതലമുറ അവകാശപ്പെടാൻ, ആ പിന്തുടർച്ച അവകാശപ്പെടാൻ യാതൊരു അവകാശവും ഇല്ല. കാരണം നിങ്ങളിൽ ഇബ്രാഹിം നബിയുടെ മില്ലത്ത് ഇല്ല. നമ്മുടെ ഒരു ദിവസത്തെ പ്രാർത്ഥനകളിൽ ആ ഇബ്രാഹിം നബിയുടെ മില്ലത്തിനെ നമ്മൾ ഉയർത്തി കാണിക്കുന്നുണ്ട്. നമ്മൾ വജ്ജഹത്ത് ഓതുമ്പോൾ, അല്ലേ, വജ്ജഹത്ത് ഓതുമ്പോൾ അവിടെ പറയുന്നുണ്ട് എന്താണ്? ഹനീഫൻ മുസ്ലിമൻ വമാ കാന മിനൽ മുശ്രിക്കീൻ. ഞാൻ മുശ്രിക്കീങ്ങളുടെ കൂട്ടത്തിലുള്ളവനല്ല, ഞാൻ മുസ്ലിമാണ്, ഹനീഫാണ്. വാന മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിലുള്ളതാണ് എന്ന് പറയുകയാണ്. അതേപോലെ രാവിലത്തെ പ്രാർത്ഥനയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, അല്ലേ? അസ്ബഹ്ന അലാ ഫിത്രത്തിൽ ഇസ്ലാം വഅലാ കലിമത്തിൽ ഇഖ്ലാസ് വഅലാ ദീനി നബിയിന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ മില്ലത്തി അബീന ഇബ്രാഹിം ഹനീഫൻ മുസ്ലിമൻ വമാ കാന മിനൽ മുശ്രിക്കീൻ. അപ്പോൾ ദീനും മില്ലത്തും തമ്മിലുള്ള വ്യത്യാസം എന്താ? പഠിക്കേണ്ട വിഷയമാണ്. ഷെയ്ഖ് ഉസൈമീൻ റഹിമഹുല്ല തൻ്റെ വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ ഒരു വിദ്യാർത്ഥി ചോദിച്ചു, എന്താ ചോദിച്ചതെന്നറിയോ? ഏറ്റവും നല്ല മില്ലത്ത് ഇബ്രാഹിം നബിയുടെ മില്ലത്ത് എന്നാണ് അള്ളാഹ് പറഞ്ഞത്. കാരണം നബിയോട് പോലും അനിത്തബിഅ മില്ലത്ത് ഇബ്രാഹിം, ഇബ്രാഹിം നബിയോട് പോലും പറയാണ് അനിത്തബിഅ മില്ലത്ത് ഇബ്രാഹിം, ഇബ്രാഹിം നബിയുടെ മില്ലത്തിനെ പിൻപറ്റണം.
എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗം, അതായത് നബിയുടെ ഹദീ മാർഗമാണ് ഏറ്റവും നല്ല ഖൈറുൽ ഹദീ എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗം ഖൈറാണ്, ഇബ്രാഹിം നബിയുടെ മില്ലത്തു ഖൈറാണ്, അപ്പോൾ അതെങ്ങനെ ശരിയാകുമെന്ന് ചോദിച്ചു. മില്ലത്ത് എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ ത്വരീഖ്, മൻഹജ്, ഇത് രണ്ടിനെ അറിയിക്കുന്നത്. ത്വരീഖ് എന്ന് പറഞ്ഞാൽ മാർഗം, അത് തൗഹീദിൻ്റെ മാർഗമാണ്, അത് ഇഖ്ലാസിൻ്റെ മാർഗമാണ്. അദ്ദേഹം സ്വീകരിച്ച മൻഹജ്, രീതിശാസ്ത്രം, അദ്ദേഹം ദഅവത്തിന് കൊണ്ടുവന്ന രീതിശാസ്ത്രം, അതിനേക്കാൾ നല്ലൊരു രീതിശാസ്ത്രം വേറൊന്നില്ല. അപ്പോൾ ഈ രണ്ട് കാര്യത്തെയാണ് ഇബ്രാഹിം നബിയുടെ മില്ലത്തിനെ അറിയിക്കുന്നത്. അവിടെ അഖീദയുണ്ട്, അതേപോലെ ആ അഖീദ ജനങ്ങളെ പഠിപ്പിക്കേണ്ട രീതിയുമുണ്ട്. എന്നാൽ ഹദിയുൻ നബി, നബിയുടെ മാർഗമെന്ന് പറഞ്ഞാൽ അത് മതനിയമങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിന് നിയമമാക്കിയ ശറഅ്, മതനിയമങ്ങളാണ് അവിടെ പ്രവാചകൻ്റെ ദീനി നബീന എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നബിക്ക് വഹി ഇറങ്ങിയ അള്ളാഹുവിൻ്റെ ദീൻ നബി നമുക്ക് പഠിപ്പിച്ചു തന്നു. ഇതേപോലത്തെ നിസ്കാരവും കാര്യങ്ങളും അല്ല ഇബ്രാഹിം നബിയുടെ കാലഘട്ടത്തിൽ ഉള്ളത്. ഓരോ കാലഘട്ടത്തിൽ എന്തു ചെയ്യും? നമസ്കാരത്തിൻ്റെ രൂപം മാറാം, അതേപോലെ തന്നെ നോമ്പ് പിടിക്കുന്നതിൻ്റെ ശൈലി മാറാം, സക്കാത്ത് കൊടുക്കുന്നതിൻ്റെ രീതി മാറാം. ഓരോ കാലഘട്ടത്തിനും അനുസൃതമായ രൂപത്തിലാണ് ആ ജനങ്ങൾക്ക് അള്ളാഹു മതം, നിയമം ശറഅാക്കി കൊടുക്കുക. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം ഇനി ഒരു നബി വരാനില്ല. ലോകത്ത് വന്ന നബിമാരിൽ ഏറ്റവും നല്ല ശറഅാണ് അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്ത് ചെയ്തിട്ടുള്ളത്? അവതരിപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. ആ ശറഇൻ്റെ പ്രത്യേകത എന്താണ്? ആ മതനിയമത്തിൻ്റെ പ്രത്യേകത എന്താണ്? മുൻകഴിഞ്ഞ മുഴുവൻ പ്രവാചകന്മാർക്കും അവതരിപ്പിച്ചു കൊടുത്ത മതനിയമങ്ങളിൽ ഏറ്റവും എളുപ്പമുള്ള മതനിയമമാണേത്? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിച്ചു കൊടുത്തത്. പ്രവാചകൻ സഹാബത്തിനോട് പറയും, ഇന്നമാ ബുഇസ്തും മുയസ്സിരീൻ, ഞാൻ നിങ്ങളിലേക്ക് അയക്കപ്പെട്ടതൊരു മുയസ്സിറായിട്ടാണ്, എളുപ്പം നൽകുന്നവനായിട്ടാണ്, ഞാൻ പ്രയാസമുണ്ടാക്കുന്നവനായിട്ടല്ല. അതേപോലെ തന്നെ ആമന റസൂലിൻ്റെ അവസാനത്തെ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്, റബ്ബന വലാ തഹ്മിൽ അലൈന ഇസ്റൻ കമാ ഹമൽതഹു അലല്ലദീന മിൻ ഖബ്ലിന റബ്ബന വലാ തുഹമ്മിൽനാ മാ ലാ ത്വാഖത ലനാ ബിഹി. അല്ലേ? അപ്പം മുൻകഴിഞ്ഞ ആളുകൾക്ക് കുറച്ച് ഭാരം കൂടുതലായിരുന്നു, അവരല്ലാഹു ഒരുപാട് പരീക്ഷിച്ചിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ അള്ളാഹു നമുക്ക് എന്ത് ചെയ്തു? ഒരുപാട് കാര്യത്തിൽ ഇളവ് നൽകി. മുൻകഴിഞ്ഞ ആളുകൾക്ക് ഭൂമിയെ വുളു എടുക്കാൻ, ശുദ്ധിയാക്കാൻ വേണ്ടി അള്ളാഹു നിശ്ചയിച്ചിട്ടില്ല. റസൂലിൻ്റെ ഉമ്മത്തിനാണ് ഈ ഭൂമിയെ മുഴുവൻ അള്ളാഹു വുളു എടുക്കാൻ, അത് വുളു എടുക്കാനുള്ള ഒരു വെള്ളം കിട്ടിയിട്ടില്ലെങ്കിൽ ഭൂമിയെ എന്താക്കാം? ആ വുളുവിന് വേണ്ടി, തയമ്മുവിന് വേണ്ടി സ്വീകരിക്കാം. അതേപോലെ തന്നെ മുൻകഴിഞ്ഞ പ്രവാചകന്മാർക്കൊന്നും യുദ്ധാർജിത സ്വത്ത്, ഗനീമത്ത് സ്വത്ത് എന്തല്ല? ഹലാലല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന് മാത്രമാണ് ഗനീമത്ത് സ്വത്ത് ഹലാലാക്കിയത്. മുൻകഴിഞ്ഞ പ്രവാചകന്മാരപ്പോൾ ഗനീമത്ത് സ്വത്ത് എന്ത് ചെയ്യുമായിരുന്നു? അത് നമുക്ക് ഹദീസിൽ കാണാം. അവർ ആ ഗനീമത്ത് സ്വത്തുകൾ പ്രവാചകൻ്റെ നേതൃത്വത്തിൽ, ആ കാലഘട്ടത്തിലെ പ്രവാചകൻ്റെ നേതൃത്വത്തിൽ അത് ഒരുമിച്ച് കൂട്ടി വെക്കുമെന്നാണ്. ഒരു തീഗോളം വന്ന് അത് മുഴുവൻ നശിപ്പിച്ച് കളയുമെന്നാണ്. അത് അവർക്കെടുക്കാൻ അള്ളാഹു അനുമതി കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് യൂഷ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം വിശദീകരിക്കുന്നിടത്ത് യൂഷ നബി ഖുദ്സ്, ബൈത്തുൽ മഖ്ദിസ് പിടിച്ചെടുത്ത പ്രവാചകനാണ് യൂഷ. യൂഷ നബിനെ പറ്റി കേട്ടിട്ടില്ലേ? ആരാ യൂഷ നബി? ആരുടെ കൂട്ടത്തിലായിരുന്നു യൂഷ നബി? മൂസ അലൈഹി സ്വലാത്തു വസ്സലാം. മൂസാ നബിയുടെ കൂട്ടത്തിൽ ഖിളിർ നബീനെ തേടിപ്പോയ ചരിത്രമുണ്ട് സൂറത്തുൽ കഹ്ഫിൽ. ആ കൂട്ടത്തിൽ മൂസാ നബിക്ക് ഹെൽപ്പിന് വേണ്ടി അയച്ച ആളാണ് ആര്? യൂഷ നബി. യൂഷ നബി നബിയായി കടന്നു വരുമ്പോൾ ബൈത്തുൽ മഖ്ദിസ്, ഫലസ്തീനിലെ മസ്ജിദുൽ അഖ്സ ജയിച്ചടക്കി, ശത്രുക്കളിൽ നിന്ന് പിടിച്ചെടുത്തു. അപ്പം ആ യുദ്ധത്തിൽ കുറച്ച് വിശ്വാസികൾപ്പെട്ട കുറച്ച് ആളുകൾ എന്ത് ചെയ്തു? യുദ്ധാർജിത സ്വത്ത് ഈ കളക്ട് ചെയ്ത കൂട്ടത്തിൽ കൊണ്ടൊന്നും വെച്ചില്ല എന്നാണ്. അതവരെടുത്ത് കയ്യിൽ വെച്ചു. അപ്പോൾ ഇത് യൂഷ നബിക്ക് മനസ്സിലായി. കാരണം എന്താ? എല്ലാ യുദ്ധാർജിത സ്വത്തും ഒരുമിച്ചിരുത്തിയാലേ, ഒരുമിച്ച് കൊണ്ടുവന്നാലേ തീ വന്ന് എന്ത് ചെയ്യുള്ളൂ? ഇത് വിഴുങ്ങുള്ളൂ, ഇത് നശിപ്പിച്ച് കളയുള്ളൂ. തീ വരുന്നില്ല, ഇത് നശിപ്പിക്കപ്പെടുന്നില്ല. അപ്പോൾ യൂഷ നബി പറഞ്ഞു, നിങ്ങളാരോ ഇതിൽ നിന്ന് മോഷ്ടിച്ചിട്ടുണ്ട്, അത് തിരിച്ചു കൊണ്ടുവന്ന് വെച്ചോ. തിരിച്ചു കൊണ്ടുവന്ന് വെക്കാതെ ഇത് എന്ത് ചെയ്യൂല? നശിപ്പിക്കപ്പെടൂല. അങ്ങനെ തിരിച്ചു കൊണ്ടുവന്ന് വെച്ചു. തീ അതിനെ നശിപ്പിച്ചു കളഞ്ഞു. യൂഷ നബി ആ യുദ്ധം നടത്തുമ്പോഴാണ്
അള്ളാഹു സൂര്യനെ നിശ്ചലമാക്കിയെന്നാണ്. കാരണം സൂര്യൻ അസ്തമിക്കാൻ പോവാണ്. സൂര്യൻ അസ്തമിക്കാൻ പോവാണ്. അസ്തമിച്ചാൽ ആ യുദ്ധം അവസാനിക്കും. പക്ഷെ യുദ്ധം വിജയിച്ചിട്ടില്ല. യുദ്ധം വിജയിക്കുന്നത് വരെ അള്ളാഹു സൂര്യൻ്റെ അസ്തമയത്തെ എന്ത് ചെയ്തു? പിന്തിപ്പിച്ചു എന്നാണ് യൂശൈ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് വേണ്ടി. അത് ആ പ്രവാചകൻ അള്ളാഹു കൊടുത്തൊരു അംഗീകാരമാണ്. ഞാനിത് പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന്, പഴയ പ്രവാചകന്മാരുടെ ഉമ്മത്തിന് നൽകിയ പല കാര്യങ്ങളിലും എളുപ്പം നൽകിയിട്ടുണ്ട്. അവർക്ക് നൽകാത്തത് നബിയുടെ ഉമ്മത്തിന് നൽകി. അവർക്ക് ഹറാമാക്കിയത് നബിയുടെ ഉമ്മത്തിന് എന്ത് ചെയ്തു? ഹലാലാക്കി കൊടുത്തു. അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീൻ ഹദിയുൻ നബി, അതാണ് ഏറ്റവും നല്ല ഹദിയ് എന്ന് ഹദീസിൽ വന്നത്. അപ്പം മില്ലത്തും ഹദിയും അത് തമ്മിൽ എന്തുണ്ട്? ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ഇനി നോക്കൂ, വലഖദ് ഇസ്തഫൈനാഹു ഫിദ്ദുനിയ. വലഖദ് തീർച്ചയായും, ഇസ്തഫൈന, ഇസ്തഫൈന എന്ന് പറഞ്ഞാൽ ഉന്നതനാക്കി എന്നാണ്. ആ പദം നമുക്കൊന്ന് പഠിക്കേണ്ടതാണ്. ഇസ്തഫൈന എന്താണ്? ഏത് പദത്തിൽ നിന്നാണ് ഇസ്തഫൈന വന്നത്? നമ്മൾ പലതവണ ഇസ്തഫൈന ഓതിയിട്ടുണ്ട് അല്ലേ? നമുക്ക് നോക്കാം. ഇസ്തഫ, യസ്തഫി, ഇസ്തഫ യസ്തഫി, ഇസ്തിഫാൻ, ഇസ്തഫ യസ്തഫി, ഇസ്തിഫാൻ. ഇസ്തഫായ വന്നിട്ടുള്ളത് സൊഫുവത്ത് എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ്. എന്താണ് സൊഫുവത്ത്? സൊഫുവത്തുൻ. സൊഫുവത്തുൻ്റെ വാക്കിൻ്റെ അർത്ഥം തെളിഞ്ഞത്, ശുദ്ധമായതെന്നാണ്. എന്താണ്? ശുദ്ധമായത്. അതേപോലെ മറ്റൊരർത്ഥമുണ്ട് ഉന്നതർ എന്നർത്ഥമുണ്ട്. അപ്പോൾ ഒരാൾ ശുദ്ധനായാൽ എന്ത് ചെയ്യുക? ഉന്നതനാവുക. ഒരാൾ ശുദ്ധി കൈവരിക്കുമ്പോഴാണ്, മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ശുദ്ധിയിലൂടെയാണ് ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുക? ഉന്നതനാകാൻ കഴിയുക. അപ്പോൾ സൊഫുവത്തിന് ശുദ്ധൻ എന്നർത്ഥം, അതേപോലെ ഉന്നതൻ എന്നർത്ഥമുണ്ട്. അതിൻ്റെ ഇഫ്തിആല് വസിനാണ് ഇസ്തഫ. ഇസ്തഫ യസ്തഫി. ശരിക്കും ഇവിടെ ഈ വാക്ക് കണ്ടോ നിങ്ങൾ? തോ, തോ. ഇവിടെ ശരിക്കും തായാണ് വരേണ്ടത്. ത. ഇസ്തഫ, ഇസ്തഫ. പക്ഷെ ഓത്ത് അങ്ങനെ പറഞ്ഞാൽ ശരിയാകൂല. കാരണം ഏസ് സ്വാദൊരു ഇസ്തിഅലാൻ്റെ അക്ഷരമാണ്, ഹെവി ലെറ്ററാണ് ഏസ്റ്റ്. പിന്നെ തൊട്ടടുത്ത് ഒരു ലൈറ്റ് ലെറ്റർ വരുമ്പോൾ ആ വാക്ക് യോജിക്കൂല, ആ വാക്ക് പറയാനൊരു സ്യൂട്ടാവൂല. അപ്പം എന്ത് ചെയ്തു? ഈ തായിനെ മറിച്ച് തോയാക്കിയതാണ്. ഈ തായിനെ മറിച്ച് എന്താക്കി? തോയാക്കി. അപ്പം ഇസ്തഫ, ഇസ്തഫ. അപ്പം ആദ്യം പറഞ്ഞ സ്വാദിൻ്റെ ആ എന്താ പറയുക, ഗാംഭീര്യം അവിടെ നിലനിർത്തും. അല്ലെങ്കിൽ ആദ്യം പറഞ്ഞ സ്വാദിൻ്റെ ഗാംഭീര്യം എന്ത് ചെയ്യും? താ പറയുമ്പോൾ ഇസ്തഫ പോവും. മനസ്സിലായി? അതാണ് എൻ്റെ വ്യത്യാസം. അപ്പോൾ അറബി ഭാഷയിൽ അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ചില വാക്ക്, ചില ലെറ്ററുകളെ മാറ്റി എന്ത് ചെയ്യും? വേറെ ലെറ്ററിനെ കൊണ്ടുവരും. അപ്പോൾ ഇവിടെ ഇസ്തഫ യസ്തഫി എന്ന് പറഞ്ഞാൽ ഉന്നതനാക്കുക, ഓക്കെ, ശുദ്ധനാക്കുക, തെളിമയുള്ള ആളാക്കുക. സൊഫുവത്തിന് തെളിമ എന്നർത്ഥമൊക്കെ ഉണ്ട്. ശുദ്ധൻ, തെളിഞ്ഞത്, അതിലൂടെയാണ് ഒരു മനുഷ്യനെ ഉന്നതനാക്കുക. അങ്ങനെയാണ് അള്ളാഹു ഒരാളെ തിരഞ്ഞെടുക്കുക. അപ്പോൾ ഇവിടെ എന്താണ്? വലഖദ് ഇസ്തഫൈനാഹു. ഇസ്തഫൈന, ഒരു നാ വന്നു. എന്താ? നാം, നാം അദ്ദേഹത്തെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഫിദ്ദുനിയ, ദുനിയാവിൽ അദ്ദേഹത്തെ അള്ളാഹ് എന്ത് ചെയ്തിട്ടുണ്ട്? ഉന്നതനായ സ്ഥാനത്ത് തിരഞ്ഞെടുത്തിട്ടുണ്ട്. അദ്ദേഹത്തെ തെളിമയുള്ള, തെളിച്ചമുള്ള, ശുദ്ധനായ ഒരു വ്യക്തിയായിട്ട് അള്ളാഹ് എന്ത് ചെയ്തിട്ടുണ്ട്? തിരഞ്ഞെടുത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ ദുനിയാവിൽ പ്രവാചകന്മാരുടെ വാപ്പ എന്ന സ്ഥാനം ആർക്കാണ്? ഇബ്രാഹിം നബിക്കാണ്. ആദ്യം അള്ളാഹു ഖലീലായി, ഈ ഭൂമിയിൽ ആദ്യം ഖലീലായി അള്ളാഹ് സ്വീകരിച്ചത് ആരെയാണ്? ഇബ്രാഹിം നബീനെയാണ്. അപ്പോൾ ഇബ്രാഹിം നബീനെ ഇമാമായി തിരഞ്ഞെടുത്തു. നമ്മൾ മുമ്പ് പഠിച്ചു, ഇമാമായി തിരഞ്ഞെടുത്തു. ഇബ്രാഹിം നബിയെ ഒരു ഉമ്മത്തൻ ഖാനിതൻ ലില്ലാഹ്, അള്ളാഹുവിന് കീഴൊതുങ്ങിയ ഒരു ഉമ്മത്തായി തിരഞ്ഞെടുത്തു. ഇങ്ങനെയൊക്കെ
സിഫത്ത് കിട്ടിയ പ്രവാചകനാണ് ആര്? ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. ആ ഇബ്രാഹിം നബി ഇത്രയൊക്കെ മഹത്വമുണ്ടെങ്കിലും പ്രവാചകന്മാരുടെ നേതാവാരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം ഇബ്രാഹിം നബിയെ കൂട്ടുകാരനായി തിരഞ്ഞെടുത്തതുപോലെ എന്നെയും അള്ളാഹു എന്ത് ചെയ്തിട്ടുണ്ട്? കൂട്ടുകാരനായി തിരഞ്ഞെടുത്തിട്ടുണ്ട് എന്ന് റസൂലിൻ്റെ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ദുനിയാവിൽ ഇസ്തഫൈനാഹു ഫിദ്ദുനിയ, അദ്ദേഹത്തെ നാം തിരഞ്ഞെടുത്തിട്ടുണ്ട്. വഇന്നഹു ഫിൽ ആഖിറതി ലമിന സ്സാലിഹീൻ, തീർച്ചയായും അദ്ദേഹം ഫിൽ ആഖിറതി, പരലോകത്തിൽ മിനസ്സാലിഹീൻ, ലമിനസ്സാലിഹീൻ, സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിലാണ്. ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന നമുക്ക് കാണാൻ കഴിയും. അള്ളാഹു എന്നെ എന്ത് ചെയ്യണം? സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ എന്നൊരു പ്രാർത്ഥന ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ദുനിയാവിൽ എനിക്ക് പദവി ഉയർത്തി തരണേ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആ പ്രാർത്ഥനയുടെയൊക്കെ ഉത്തരമാണെന്ത്? ഈ വാചകം, വലഖദ് ഇസ്തഫൈനാഹു ഫിദ്ദുനിയ വഇന്നഹു ഫിൽ ആഖിറതി ലമിനസ് സാലിഹീൻ. ഒരു മനുഷ്യന് കിട്ടാവുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ് ഈ പറഞ്ഞത്. ദുനിയാവിൽ ഒരാളെ അള്ളാഹു ഉന്നതനാക്കിയെന്നും പരലോകത്ത് അള്ളാഹു അദ്ദേഹത്തെ സ്വാലിഹാക്കിയെന്നും പറഞ്ഞാൽ പിന്നെ ആ വ്യക്തിക്ക് ഇനിയൊന്നും കിട്ടാനില്ല, എല്ലാം കിട്ടിയെന്നാണ്. അള്ളാഹുവിനോട് നമുക്കും ചോദിക്കാം, റബ്ബേ ഞങ്ങളെയും ദുനിയാവിൽ ഉന്നതന്മാരും പരലോകത്ത് സ്വാലിഹീങ്ങളുമാക്കണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നോക്കൂ, ഒരായത്തുകൂടി നമുക്ക് എടുക്കാം. ഇദ് ഖാല ലഹു റബ്ബുഹു അസ്ലിം. ഇദ് ഖാല, പറഞ്ഞ സന്ദർഭം, ലഹു അദ്ദേഹത്തോട്, റബ്ബുഹു അദ്ദേഹത്തിൻ്റെ റബ്ബ്, അസ്ലിം. അസ്ലിം എന്താണ് അസ്ലിം? അസ്ലമ യുസ്ലിമു ഇസ്ലാമൻ. അസ്ലമ യുസ്ലിമു ഇസ്ലാം. അതിൻ്റെ അമ്രാണ്, കൽപ്പനയാണ് അസ്ലിം. അസ്ലിം, കീഴൊതുങ്ങണം. അള്ളാഹുവിന് ആരാകണം? അസ്ലിം, കീഴൊതുങ്ങണം ഇബ്രാഹിം എന്ന് അള്ള പറയുകയാണ്. അപ്പം കീഴൊതുങ്ങണമെന്ന് പറഞ്ഞപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്താ പറഞ്ഞത്? ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. റബ്ബേ ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞോ? പറഞ്ഞില്ല. കുറച്ച് സമയം വേണമെന്ന് പറഞ്ഞോ? പറഞ്ഞില്ല. പിന്നെന്താ പറയുക? ഖാല, ഇബ്രാഹിം നബി പറഞ്ഞു, അസ്ലംതു, ഞാൻ കീഴൊതുങ്ങിയിരിക്കുന്നു, ലിറബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ അള്ളാഹുവിനിതാ ഞാൻ കീഴൊതുങ്ങിയിരിക്കുന്നു. പിന്നെ അങ്ങോട്ട് തുടങ്ങി ആ ഇസ്ലാമിനെ അള്ളാഹു ടെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അത് എത്രത്തോളം ആത്മാർത്ഥതയുള്ളതാണെന്ന് ലോക ജനതക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി ഇബ്രാഹിം നബി അള്ളാഹ് എന്ത് ചെയ്തു? കുറേ പരീക്ഷണങ്ങൾ നടത്തി. ആ പരീക്ഷണങ്ങൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? 124-ാമത്തെ ആയത്ത് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കുട്ടിയെ, മകനെ അറക്കാൻ പറഞ്ഞു. സ്വദ്ദഖ്ത റുഇയ, അദ്ദേഹം എന്ത് ചെയ്തു? ആ സ്വപ്നം നിറവേറ്റി. അതേപോലെ തന്നെ ഭാര്യയെയും കുട്ടിയെയും കൊണ്ടുപോയി മരുഭൂമിയിലാക്കാൻ പറഞ്ഞു, അത് അദ്ദേഹം നിറവേറ്റി. കഅബാലയം പടുത്തുയർത്തി, അദ്ദേഹം നിറവേറ്റി. അങ്ങനെ തീക്ഷ്ണമായ പരീക്ഷണങ്ങളിലൂടെ ഇബ്രാഹിം നബീനെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുപോയി എന്നാണ്. അതെന്തിനാണ്? ഈ ഉൾക്കൊണ്ട ഇസ്ലാം ആത്മാർത്ഥമുള്ളതാണോ എന്ന് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാനാണ്. ഇബ്രാഹിം നബിനെ പറ്റി അള്ളാഹ്ക്ക് സംശയമില്ല, അള്ളാഹ്ക്ക് ഇബ്രാഹിം നബിനെ പറ്റി സംശയമില്ല. പിന്നെയോ ഇബ്രാഹിം നബിയിൽ നമുക്കൊരു മാതൃകയുണ്ട്. ഇങ്ങനെ മുസ്ലിം ആകണം. അതായത് അള്ളാഹുവിന് കീഴ്പ്പെടുക എന്ന് പറഞ്ഞാൽ എല്ലാ നിലക്കും അള്ളാഹുവിന് കീഴ്പ്പെടണം. അള്ളാഹു കൽപ്പിച്ചത് ജീവിതത്തിൽ കൊണ്ടുവരണം, അള്ളാഹു വിരോധിച്ചത് ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണം. അങ്ങനെ എല്ലാ നിലക്കും അള്ളാഹു എന്തു പറഞ്ഞു എന്ന് ഏതൊരു വിഷയം വരുമ്പോഴും, ഏതൊരു തീരുമാനമെടുക്കുന്നിടത്തും എൻ്റെ ദീൻ എന്തു പറഞ്ഞു, എൻ്റെ റബ്ബെന്തു പറഞ്ഞു, എൻ്റെ റസൂൽ എന്തു പറഞ്ഞു എന്ന ഒരു തീരുമാനം ഒരാൾ എടുക്കുന്നുണ്ടോ അവൻ നല്ല മുസ്ലിമാണ്, അള്ളാഹുവിന് കീഴൊതുങ്ങിയ മുസ്ലിമാണ്. മറ്റേത് നമ്മുടെ ഷഹുവത്തിനെയും നമ്മുടെ ശുബഹത്തിനെയൊക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ യഥാർത്ഥ മുസ്ലിം ആകൂല എന്നാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എല്ലാവിധ മുസീബത്തിൽ നിന്നും ഷെറിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ അള്ളാഹുവിന് കീഴൊതുങ്ങുന്നവരാകണം, അള്ളാഹുവിനെ കീഴൊതുങ്ങുന്നവരാകണം. ഏതൊരു വിഷയത്തിലും ഒരായത്ത് വരികയാണ്, ആ ആയത്ത് എൻ്റെ കച്ചവടം ഹറാമാണെന്ന് അറിയിക്കണ ആയത്താണ്. ആ ആയത്ത് ഞാൻ ഇടപെട്ട ഇടപാട്, എഗ്രിമെൻ്റ് ഹറാമാണെന്ന് അറിയിക്കുന്നതാണ്. അല്ലേ? പണ്ടൊരാൾ പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് LIC
ഇൻഷുറൻസ് പോളിസി നാട്ടിലെടുത്തു. അപ്പോൾ അതിനുശേഷമാണ് അദ്ദേഹം അറിയണത് എന്ത്, ഇത് ഹറാമാണെന്നുള്ളത്. അപ്പോൾ അദ്ദേഹം അവരുടെ ഓഫീസിൽ പോയിട്ട് പറഞ്ഞു, എനിക്ക് അടച്ച പൈസ ഇങ്ങോട്ട് തന്നാൽ മതി. അപ്പോൾ ഒരു പറഞ്ഞു, അടച്ച പൈസയും കിട്ടൂല, ഇപ്പോൾ എടുക്കാമെന്ന് പറഞ്ഞു. എന്നാൽ പറഞ്ഞാൽ എന്ത് കിട്ടും അത് തന്നാൽ മതി, എൻ്റെ അടച്ചതും കിട്ടൂലെങ്കിൽ എനിക്ക് ഈ എഗ്രിമെൻ്റ് അവസാനിപ്പിക്കണം. അപ്പോൾ ഒരു പറഞ്ഞു, എന്തിനാണ് ഈ പണി ചെയ്യണത്, നിങ്ങൾക്ക് നഷ്ടമല്ലേ, നിങ്ങൾക്ക് പൈസ നഷ്ടമാണ്, അടച്ചത് പോലും തിരിച്ചു കിട്ടൂല. ഞാൻ പറഞ്ഞു വേണ്ട എന്ന് പറഞ്ഞൊരു മനുഷ്യൻ എന്നോട് പങ്കുവെച്ചൊരു സംഭവമുണ്ട്. അതായത് അദ്ദേഹം ആ എഗ്രിമെൻറ്റിൽ ഏർപ്പെട്ടതിന് ശേഷമാണ് അറിയണത് എന്താണ്, ഹറാമാണെന്ന്. അപ്പോൾ ഒരു കാര്യത്തിൽ നമ്മൾ ഇടപെട്ടു, ഒരു കച്ചവടത്തിൽ ഇടപെട്ടു. എപ്പോഴും എല്ലാവർക്കും പൊള്ളണ ഒരു വിഷയമാണ് സാമ്പത്തികം, കച്ചവടം, അല്ലെ ബിസിനസ്സൊക്കെ. ഇടപെട്ടതിന് ശേഷമാണ് അറിയണത് ഇത് ഹറാമാണ് എന്ന് പറയുമ്പോൾ നമുക്ക് മാറി നിൽക്കാൻ പറ്റുന്നുണ്ടോ? നമ്മുടെ ഇസ്ലാമിനെയാണ് അവിടെ എന്ത് ചെയ്യുന്നത്, അവിടെ ആത്മാർത്ഥതയുള്ളതാണോ എന്ന് പരിശോധിക്കപ്പെടുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരു തീരുമാനം എടുക്കുമ്പോൾ ആ തീരുമാനം ശരിയോ തെറ്റോ, ശരിയുണ്ടെങ്കിൽ ആ ശരിയോടൊപ്പം നിൽക്കാൻ, ഇസ്ലാം പഠിപ്പിക്കുന്ന ശരിയോടൊപ്പം നിൽക്കാൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈമാൻ അവിടെ പരിശോധിക്കപ്പെടുകയാണ്. മഹാനായ അബൂ ത്വല്ലത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു മദീനയിലെ ഏറ്റവും വലിയ സമ്പന്നനാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കച്ചവടം എന്താ, വരുമാനം എന്താ, മദ്യം വിറ്റിട്ട് കിട്ടുന്ന വരുമാനമാണ്. മദ്യഷാപ്പിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും വലിയ വരുമാനമാണ് അല്ലേ. ഇന്നൊരു ഗവൺമെൻറ് നാട്ടിൽ നിലനിന്ന് പോകണമെന്ന് പോലും എന്താണ്, മദ്യം വിറ്റിട്ടാണ്. അപ്പോൾ മദ്യം വിറ്റാൽ എത്ര വരുമാനം കിട്ടുമെന്ന് എല്ലാവർക്കും അറിയാം. അത്രയും വരുമാനം കൊണ്ട് ജീവിച്ചൊരു മനുഷ്യനാണ് അബൂ ത്വല്ലത്തുൽ അൻസാരി. പക്ഷെ ഒരു സുപ്രഭാതത്തിൽ ആയത്തിറങ്ങാണ്, അബൂ ത്വൽഹയുടെ ബിസിനസ് ഹറാമാണെന്ന് മനസ്സിലാക്കുകയാണ് അദ്ദേഹം. കാരണം മൊത്തത്തിൽ ആയത്തിറങ്ങി മദ്യം മുഴുവൻ നിരോധിച്ചിട്ടുണ്ട്. പൂർണ്ണാർത്ഥത്തിൽ നിരുപാധികം മദ്യം നിരോധിച്ചുകൊണ്ട് ആയത്തിറങ്ങി. മദ്യം നിരോധനം ഘട്ടം ഘട്ടമായിട്ടാണ്. അതിൽ അവസാനത്തെ നിരോധനം എന്ന് പറഞ്ഞാൽ ഇനി മദ്യം കുടിക്കാനും മദ്യം കച്ചവടം ചെയ്യാനും ഒന്നും പാടില്ല. അപ്പോൾ അബൂ ത്വല്ലത്തുൽ അൻസാരി മദീനയിലെ ഏറ്റവും വലിയ മദ്യക്കച്ചവടക്കാരനാണ്. അദ്ദേഹം എന്ത് ചെയ്തത്, ആ മദ്യഷാപ്പിലെ വീപ്പകൾ മുഴുവൻ അദ്ദേഹം പൊട്ടിച്ചു കളഞ്ഞു എന്നാണ്. അദ്ദേഹത്തിൻ്റെ സംഭരണിയിൽ, സ്റ്റോറേജിലിരുന്ന മദ്യസംഭരണികൾ പൊട്ടിയപ്പോൾ മദീനയിൽ മദ്യത്തിൻ്റെ ചഷകങ്ങൾ കൊണ്ട് നദിയൊഴുകി എന്നൊക്കെ നമ്മൾ ചരിത്രം പറയാറുണ്ട്. അബൂ ത്വല്ലത്തുൽ അൻസാരിയുടെ മദ്യഷാപ്പിലെ സ്റ്റോറേജ് അങ്ങോട്ട് പൊട്ടിച്ചു കളഞ്ഞു. ഇനി മദ്യം വേണ്ട. ഒന്ന് ആലോചിച്ചു, ഒരു മനുഷ്യൻ്റെ ബിസിനസ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അത് ഹറാമാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യാണ്, അത് ഒഴിവാക്കുകയാണ്. ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ എന്ന ആയത്ത് അവതരിച്ചു. അപ്പോൾ അബൂ ത്വല്ലത്തുൽ അൻസാരി നബിയുടെ അടുക്ക വരികയാണ്, നബിയെ ഈ ആയത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വസ്തു നിങ്ങൾ സ്വതക്ക കൊടുക്കാത്തിടത്തോളം കാലം ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ, അത് പരിപൂർണാർത്ഥത്തിൽ പുണ്യമാകൂല എന്ന് പറഞ്ഞാൽ യൂസ് ചെയ്തിട്ട് സെക്കൻഡ് ഹാൻഡ് സാധനം കൊടുക്കുന്ന പരിപാടി ഉണ്ടല്ലോ, കൊടുക്കാൻ പാടില്ല എന്നല്ല, കൊടുക്കാം, അത് സ്വതക്കയിട്ട് കൊടുക്കാം. പക്ഷേ ആ പുണ്യത്തിൻ്റെ സ്വതക്കയുടെ ഒരു പൂർണ്ണ പ്രതിഫലം ഒരാൾക്ക് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, അവൻ ഇഷ്ടപ്പെടുന്ന വസ്തു എന്ത് ചെയ്യണം, ഒരാൾക്ക് കൊടുക്കണം. ഈ ആയത്തിറങ്ങിയപ്പോൾ അബൂ ത്വല്ലത്തുൽ അൻസാരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്ക വന്നിട്ട് എന്താ പറഞ്ഞു, നബിയെ നോക്കൂ, എനിക്ക് ഏറ്റവും ഈ ദുനിയാവിൽ ഇഷ്ടപ്പെട്ടത് മദീനയിലെ ഈത്തപ്പനകൾ ഇടതൂർന്ന് നിൽക്കുന്ന, മുന്തിരിയുടെ തോട്ടങ്ങളുള്ള, നദികളൊഴുകുന്ന, ആരും കൊതിച്ചു പോകുന്ന മദീനയിലെ ഏറ്റവും സുന്ദരമായ തോട്ടം ഈ ബൈറൂഹ എന്ന് പറയുന്ന തോട്ടമാണ്. ഞാനത് പ്രവാചകൻ്റെ മുന്നിൽ സമർപ്പിക്കാൻ അള്ളാൻ്റെ ദീനിന് വേണ്ടി തരികയാണ്, അള്ളാൻ്റെ ദീനിന് വേണ്ടി തരികയാണ്. അപ്പോൾ റസൂൽ എന്താ പറഞ്ഞത്, അബൂ ത്വൽഹ അത് അള്ളാൻ്റെ ദീനിനിപ്പോൾ വേണ്ട, ദീൻ്റെ മാർഗത്തിൽ തന്നെ ചെലവഴിച്ചോ, പക്ഷെ ഫീ സബീലില്ലക്ക് ഇപ്പോൾ വേണ്ട, പിന്നെ അത് നിൻ്റെ കുടുംബക്കാരിൽ പാവപ്പെട്ടവരില്ലേ അവർക്കത് വീതിച്ചു കൊടുക്കൂ. ഇത് നമ്മുടെ അടുക്കാണെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞേനെ, അതിപ്പോൾ എനിക്ക് കൊടുക്കാൻ അറിയില്ല റസൂലേ, അത് വേണ്ട, അള്ളാൻ്റെ മാർഗത്തിൽ വേണമെങ്കിൽ തരാം, പക്ഷെ കുടുംബക്കാർക്ക് ഇപ്പോൾ കൊടുക്കാൻ പറ്റില്ല. ഞാൻ അധ്വാനിച്ചെടുത്തത് കുടുംബക്കാർക്ക് വീതിച്ചു കൊടുക്കേ, എൻ്റെ അനിയന് കൊടുക്കേ, എൻ്റെ ചേട്ടന് കൊടുക്കേ, എൻ്റെ പെങ്ങന്മാർക്ക് കൊടുക്കേ എന്ന് ചോദിക്കും ചില ആളുകൾ. അബൂ ത്വല്ലയോട് പറയാണ്, ഇത് നിൻ്റെ പാവപ്പെട്ടവരായ കുടുംബക്കാർക്ക് വീതിച്ചു കൊടുക്കുമെന്ന്. അബൂ ത്വല്ല അത് ചെയ്തു റളിയല്ലാഹു അൻഹു. ഞാനിത് പറഞ്ഞത് നമ്മുടെയൊക്കെ ഈമാൻ അള്ളാഹു ടെസ്റ്റ് ചെയ്യുന്ന ചില സന്ദർഭങ്ങളുണ്ട്.
നമ്മൾ ഉൾക്കൊണ്ട ഇസ്ലാമിനെ അല്ലാഹ് പരിശോധിക്കുന്ന ചില നിമിഷമുണ്ട്. അവിടെ നമുക്ക് ജയിക്കുക എന്നുള്ളതൊരു വലിയ ശ്രമകരമായ കാര്യമാണ്. അതിന് ഏറ്റവും പ്രധാനം നമുക്ക് വേണ്ടത് അറിയോ? ഒന്ന് ഹൃദയത്തിൻ്റെ വിശാലതയാണ്. ഈ വിശാലത നമുക്കില്ലെങ്കിൽ കൊടുക്കുന്നിടത്തൊക്കെ നമ്മൾ എന്തു ചെയ്യും? നമ്മളെപ്പോഴും ഒരു പിശുക്ക് കാണിക്കും. കൊടുത്തത് കൂടിപ്പോയോ എന്നൊരു തോന്നലായിരിക്കും എപ്പോഴും ഉണ്ടാകുക. എപ്പോഴെങ്കിലും ഞാൻ കൊടുത്തത് കുറഞ്ഞു പോയോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ട. ഞാൻ കൊടുത്തത് കുറഞ്ഞു പോയോ, ഇങ്ങനെ ചിന്തിക്കാൻ നമുക്ക് പറ്റണം. ഒരാൾക്കൊരു സ്വതക്ക കൊടുത്തു, എന്നിട്ട് ഇങ്ങനെ ആലോചിക്കുകയാണ്, ഞാനത് കുറഞ്ഞു പോയോ കൊടുത്തത്, കുറച്ചുകൂടി കൊടുക്കേണ്ടതായിരുന്നോ? ഒരു പണിക്കാരൻ നമ്മുടെ അടുക്കൽ നിന്ന് ജോലി ചെയ്തു, എന്നിട്ട് അവന് നമ്മൾ പൈസ കൊടുത്തപ്പോൾ തിരിച്ച് നടക്കുമ്പോൾ നമുക്ക് തോന്നിയോ ഞാൻ അവൻ്റെ വിയർപ്പിന് കൂലി കൊടുത്തപ്പോൾ കുറഞ്ഞു പോയിട്ടുണ്ടോ? ചിന്തിക്കണം നമ്മൾ. ഇതിന് നമുക്ക് ഹൃദയവിശാലതയില്ലെങ്കിൽ നമുക്കൊരിക്കലും കഴിയില്ല. മറ്റൊന്ന്, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ജീവിതത്തിൽ പകർത്താനുള്ള ഈമാനിൻ്റെ ഉറപ്പാണ്. ഇത് നമുക്കുണ്ടാകണം. ഇത് രണ്ടും ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അള്ളാഹുവിന് അസ്ലിം എന്ന് പറഞ്ഞ ആ വാചകത്തെ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ കഴിയും. അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. അവസാനിപ്പിക്കുകയാണ്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം, അദ്ദേഹത്തെപ്പറ്റി അള്ളാഹു സുബ്ഹാനഹു തആല നടത്തിയ പരാമർശങ്ങൾ, അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനകൾ, അദ്ദേഹത്തിൻ്റെ വിശേഷണങ്ങൾ, അത് നമ്മൾ ഏതു രൂപത്തിലാണോ ഉൾക്കൊള്ളേണ്ടത് ആ രൂപത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തെ തിട്ടപ്പെടുത്തണേ എന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുകയാണ്. ഇനിയുമുണ്ട് ഇബ്രാഹിം നബിയുടെ വസിയത്ത്, ഇബ്രാഹിം നബിയുടെ പേരക്കുട്ടി യാക്കൂബ് നബിയുടെ വസിയത്ത്. ബാക്കി ഭാഗങ്ങൾ ഇനിയും കുറച്ച് വിശദീകരിക്കാനുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഖുർആൻ പഠിക്കുന്നതിനനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ജീവിതത്തിൽ പകർത്തുകയും മറ്റുള്ളവർക്ക് പകർന്നു നൽകുകയും ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഖുർആനിൻ്റെ ആളുകളായി, അഹ്ലുൽ ഖുർആനുകളായി, നാളെ റബ്ബിൻ്റെ ആളുകളായി മാറാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ മുഴുവൻ പാപങ്ങളും അല്ലാഹു നമുക്ക് പുറത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു നമ്മൾ പ്രവേശിപ്പിക്കുമാറാകട്ടെ. പ്രവാചകന്മാരോടൊപ്പം, സ്വാലിഹീങ്ങളോടൊപ്പം, സിദ്ദീഖീങ്ങളോടൊപ്പം, ശുഹദാക്കളോടൊപ്പം എത്തിച്ചേരാൻ അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മയെല്ലാം, നമ്മുടെ കുടുംബത്തെ, നമ്മുടെ മക്കളെ, നമ്മുടെ മാതാപിതാക്കളെ മാരകമായ രോഗങ്ങളിൽ നിന്ന് അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ രാജ്യങ്ങൾക്ക്, നമ്മുടെ നാടുകൾക്ക്, ഇസ്ലാമിക ഭരണാധികാരികൾക്ക്, ഇസ്ലാമിക രാഷ്ട്രങ്ങൾക്ക് അല്ലാഹു ഏറ്റവും നല്ല ഭരണം നടത്താൻ, സുസ്ഥിരമായ ഭരണം നടത്താൻ, സമാധാനപൂർണ്ണമായ ഭരണം നടത്താൻ അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ അദിം അലാ ദൗലത്തിൽ ഇമാറാത്തിൽ ഇസ്തിഖ്റാർ വൽ ഹനാ. അല്ലാഹുമ്മ അദിം അലാ ദൗലത്തിൽ ഇമാറാത്തിൽ ഇസ്തിഖ്റാർ വൽ ഇസ്തിഹാർ വൽ ഹനാ. അല്ലാഹുമ്മ വഫിഖ് റഈസ ദൗല വഹുക്കാമൽ ഇമാറാത്ത്. അല്ലാഹുമ്മ വഫിഖ് റഈസ ദൗല വഹുക്കാമൽ ഇമാറാത്ത്. അല്ലാഹുമ്മ وفق رئيس الدولة وحكام الإمارات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.